പുയ്ക്കള് തിന്ന ഒക്കെ എലിയും കുരുമുളക് ഉണ്ടാവല് തുടങ്ങണുള്ളൂ. തെങ്ങുമ്പോണെങ്കിൽ നല്ല വിളഞ്ഞ തേങ്ങയുണ്ട്. ഒന്ന് ഇടാനൊരാളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ചെക്കനോട് പറഞ്ഞ ഓൻ ഇങ്ങനെ ഓരോരോ തട്ടിമുട്ട് ഇങ്ങനെ പറയും. വണ്ടിയിൽ ആകെ പൊന്തിയും കാടൊക്കെ കുടിച്ചിരുന്നു. ഇനി ഓനോട് ഒരാളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയട്ടെ, പറ്റുള്ളൂ. ഓനോട് പറയട്ടോ, ഓൻ വിളിച്ചോമ്പോ ഒന്ന് പറയാൻ. ചോറും എന്ത് വേഗം ഇപ്പേരി നല്ല ഉണ്ടാക്കട്ടെ. അമ്മാക്കാണെന്നല്ല ഇപ്പൊ ആണ്ടിരും കഞ്ഞി. ഉറുമാറ്റിനുള്ള ഗുളിക കുടിച്ചാലേ ഇനിയിപ്പൊ കഞ്ഞി കുടിക്കേണ്ടിരുന്നാലേ മരുന്നൊക്കെ കുടിക്കാൻ പറ്റുള്ളൂ. ഉണ്ടാക്കട്ടെ. മോളെ എന്തമ്മ? പിന്നെ കുഞ്ഞു വിളിക്കുമ്പോ ഒന്ന് പറയാ, പറമ്പിൽ ആ തേങ്ങ ഒക്കെ ഒന്ന് ഇടാൻ ആളോട് വരാന്. എത്ര തേങ്ങ വിളഞ്ഞെടുക്കണെന്ന് അറിയാം. ഇതിങ്ങനെ വിൽക്കുമ്പോ ആരെങ്കിലും ഒക്കെ എടുത്തങ്ങാണ്ട് പോയി, നമ്മക്കാണെങ്കിൽ ഒന്നും കിട്ടൂല്ല. പിന്നെ പൊന്തിയും കാടും കെട്ടി കിടക്കണുണ്ട്. അതൊന്ന് നേരാക്കാൻ ഒരാളെ വേണം. അതൊന്നിച്ച് വിളിക്കുമ്പോ പറ. ഇക്ക വിളിക്കുമ്പോ നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞാള്. ഞാൻ പറഞ്ഞ ചിലപ്പോ എന്റെ നേരക്ക് ചാടും. നിങ്ങള് പറയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എനിക്ക് പേടിയാണെങ്കിൽ ഞാൻ പറഞ്ഞോളാം. എന്നാല് അല്ലാപ്പൊ എന്താ കാട്ടുക? എന്ത് കൂട്ടാൻ വെക്കാനുള്ളത്? ഒന്നും കിട്ടിയിട്ടില്ലല്ലോ. ആ പയറും വെണ്ടയ്ക്കും കൂടി ഇരുന്നല്ല, രണ്ടും കുറച്ചുള്ളൂ. അപ്പൊ രണ്ടും കൂടി ഇന്നാ ഒരു തോരനാക്കാ വിചാരിച്ച്. അതാണ്ട് വെച്ചാലിമ്മാന്റെ കുട്ടി. നമുക്ക് വൈകുന്നേരത്തിന് വേറെ എന്തെങ്കിലുമൊക്കെ പീടിയെന്ന് വാങ്ങാം. എനിക്ക് വേഗം ഒരു തുള്ളി കഞ്ഞിര വെള്ളം എടുത്തൂട്ടാ. ഗുളികൊക്കെ കുടിക്കാറുണ്ട്. അമ്മ ഞാൻ വേഗം കൊടുന്നേരാം. രാവിലെ മുതലൊന്നും തിന്നാതിരിക്കല്ലേ. ഞാൻ വേഗം ഉണ്ടാക്കിട്ട് കൊടുന്നേരട്ടോ. ഇതൊക്കെ ഒന്ന് നേരാക്കി കിട്ടല്ലേ. ഉമ്മക്ക് ഇവിടെ ഒന്ന് കിടക്കണ്ടല്ലേ. എന്താ പിക്കാന്റെ വിളിയൊന്നും കാണാനില്ലല്ലോ. നേരം കുറെ ആവും ചെയ്തേക്കുന്നു. ഇക്കാന്റെ മിസ് കോൾ ഉണ്ടല്ലോ ഇതില്. കാണാനും പറ്റിയിട്ടില്ല. ഇക്ക. വലൈക്കും അസ്സലാം. സുഖാണ്, കുഴപ്പമൊന്നുമില്ല. ഫോണ് ഞാന് കണ്ടിട്ടില്ല, സൈലന്റ് ചെയ്യുന്നു. കുത്തിച്ചിരിക്കുന്നേ. അപ്പൊ ശ്രദ്ധ കിട്ടിയിട്ടില്ല. ഇപ്പൊ ഉമ്മ നിങ്ങൾക്കൊന്ന് വിളിക്കണമെന്ന് പറഞ്ഞേനെ. അപ്പൊ ഒന്ന് എടുത്തു നോക്കിയതാ ഞാന്. നിങ്ങളെ വിളിയും കണ്ടിട്ടില്ലെന്ന്. ചായ കുടിച്ചാ? ഞങ്ങൾ രണ്ടാളും കുടിച്ചിരിക്കണ്. ഉമ്മാക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. പിന്നെ മരുന്നൊക്കെ തീരാനായിക്കണേ. അപ്പൊ നിങ്ങള് പൈസ അയക്കൊണ്ട് ഞാൻ പോയി മേടിച്ചോണ്ട്. ഇമ്മ തേങ്ങ ഇടണമെന്നൊക്കെ പറഞ്ഞേന്ന്. അപ്പൊ എന്തൊക്കെ ഉമ്മാക്ക് നിങ്ങളോട് പറയാണ്ട് പറഞ്ഞ്. ഞാൻ ഉമ്മാന്റെ അടുത്ത് ഫോൺ കൊടുക്കാം. അപ്പൊ കൊണ്ടുകൊടുക്കട്ടാ. എനിക്ക് മരുന്നൊക്കെ തീർന്നിക്കും. ഒക്കെ നീ കൊണ്ടിച്ചിട്ട് വേണം. ഇമ്മ ഇതൊക്കെ വിളിക്കണ്ടതാ.
ഹലോ. വാലേക്കും അസ്സലാം. എന്താ ഇപ്പൊ പാട്? ആ അതെടാ, നമ്മളെ പറമ്പിലേ തേങ്ങ ഇടാന് ഒരാളെ കിട്ടും വേണം. പിന്നെ നല്ല പൊന്തിയും കാടും പിടിച്ച് നടക്കാണ്. അപ്പുറത്തെ പെരേത്തെ ആ കുട്ടികളൊക്കെ ഇങ്ങനെ കളിച്ച് നടക്കണല്ല ഇക്കൂടെ. അപ്പൊ അതൊക്കെ ഒന്ന് വെട്ടാനും ആള് വേണം. നമ്മടെ കുട്ടി ആരെങ്കിലും ഒന്നും ഇങ്ങോട്ട് പറഞ്ഞേക്കെ. ആ വേറെന്താ, എന്റെ ഗുളികയും മരുന്നൊക്കെ തീർന്നിക്കണ്. അതൊന്ന് വാങ്ങണല്ലോ. ആ അനക്ക് ഓർമ്മയില്ലെങ്കിലും എന്റെ പെണ്ണുങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ഇന്റെ കാര്യങ്ങളൊക്കെ. വേറെന്താ, എന്തേലും തിന്നാ? ആ എന്നാ ഞാൻ മോളെ എടുത്ത് കൊടുക്കട്ടാ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്നാ മോളെ. ഇക്ക പറയ്. അത് വേണ്ട ഇക്ക, ഇവിടെ കുറച്ച് എടുത്തുങ്ങാണ്ട് ബാക്കി താത്ത കൊണ്ടോയിക്കോട്ടെ. ഇനി ഞാൻ കാരണം അത് തരുന്നില്ല എന്നുള്ള പേരേക്കാരം പിന്നെ ഉണ്ടാവുക. അതിന്റെ ആവശ്യമില്ല, ഒരു കൊണ്ടുപോവാണെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ. അതൊന്നും ഇപ്പൊ നമ്മൾ നോക്കണ്ട, ഓൽക്ക് ഉണ്ടോ ഇല്ലയെന്നൊന്നും. വെറുതെ എന്തിനാ ഇക്കാണല്ലേ ഏതും കേക്ക. ഇനി അല്ലെങ്കിലോ ഇഷ്ടല്ല. ഇതിന്റെ പേരിൽ ഇനി എന്തൊക്കെ കേൾക്കേണ്ടി വരുന്നാവോ. എന്തായാലും എന്നാലേ നിങ്ങളെ ആളെ ഏൽപ്പിക്കും. ഇന്നോ നാളെ കഴിച്ച് വരാൻ പറയുണ്ടു. ഇന്നിപ്പോ ഒരു അലർച്ച ഉണ്ട്. ആയിക്കോട്ടെ, എന്നാ വിളിക്കുണ്ടു. ശരി ശരി. വലൈക്കും അസ്സലാം. ഓല് തേങ്ങ കൊണ്ടുപോവാണെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നെ മേത്ത് കേക്കാരൊക്കെ. ഞാൻ സമ്മതിച്ചില്ല എന്നുള്ള പേരേക്കാരൻ. എപ്പോഴും ആങ്ങളെയും ഉമ്മയും പെങ്ങളൊക്കെ ഒന്നേക്കാരൻ. ഞാൻ എപ്പോഴും പുറത്തേക്കാരൻ. എന്തിനാ ഓർത്ത്. വെച്ച എന്നും ഈ ഒരു ഉളിയും മരുന്നും തന്നെയാണ്. മോളെ ഓനെന്താ പറഞ്ഞേ? ഇക്ക പറഞ്ഞു ഇന്നോ നാളെ ആയിട്ട് ആളെ പറഞ്ഞേക്കാന്ന്. ഇക്ക ഒരു കാര്യം കൂടി പറഞ്ഞേ, തേങ്ങ അമ്മക്കുള്ളത് കുറച്ചും എടുത്തുങ്ങാണ്ട് ബാക്കി വിൽക്കാനാ പറഞ്ഞ്. ഓനാണ് പറഞ്ഞ പോലെയാണ് ചെയ്താളാ. ഓൻ വിൽക്കാൻ പറഞ്ഞിട്ടാണെങ്കിൽ വിറ്റാ മതി. അത് വേണ്ടമ്മ, ഞാൻ ഇക്കാനോട് പറഞ്ഞിട്ടുണ്ട്. അത് സാജിദാത്താവ് കൊടുക്കാം. എന്തായാലും ഓല് കൊണ്ടുപോയിക്കോട്ടെ. ഇനിയിപ്പോ ഫുള്ള് തേങ്ങ നമ്മളെടുത്ത് ബാക്കി നമ്മള് വിറ്റു എന്നുള്ള പേരേക്കാരം. അപ്പോഴും എന്റെ മേത്തേക്ക് തന്നെ എല്ലാം വരിക. എന്താച്ചാ ചെയ്യാ നമുക്ക്. നിങ്ങൾ എന്തായാലും ഈ താത്താക്ക് വിളിച്ചിട്ട് പറഞ്ഞാളി തേങ്ങ ഇടുന്ന കാര്യം. ഓല് വരികയാണെങ്കിൽ വന്നോട്ടെ. തേങ്ങടലൊക്കെ കഴിയട്ടെ, എന്നിട്ടൊക്കെ പറയാ ഓളോട്. ഇതപ്പോ എത്ര തീർത്തി. ഓള് വന്നിട്ട് ഇപ്പൊ എന്ത് കാട്ടാനാണ്? എന്നിട്ടൊക്കെ വന്നോളൂ. ഞാൻ എന്നാലെ കുറിച്ച് കത്തിക്കാനൊക്കെ ഉണ്ട്. ഒന്ന് പോയി കത്തിക്കട്ടെ, ഇപ്പൊ ഒരു ഒലർച്ച ഉണ്ട്. അന്നേച്ച് പോയിട്ട് ആക്കാൻ കത്തിച്ച് ഒഴിവാക്കിക്കാളാ. നേരം പോയി കെടുക്കട്ടെ. നോക്കി അങ്ങനെ വേപ്പിന്റെ ഒക്കെ ഉണ്ട്. കുറച്ച് പോകുമ്പോ പൊട്ടിച്ചങ്ങാണ്ട് പോവാ. എന്താ പണി? ഞാൻ ഇതൊക്കെ ഒന്നേ അടിച്ചോരിട്ട് കത്തിക്കാൻ വേണ്ടിട്ടേന്ന്. ഇന്നിപ്പോ ഒരു അലർച്ച കാണാനുണ്ട്. ഒക്കെ ഉണങ്ങി കിടക്ക. ഇനിയിപ്പൊ കത്തിച്ചിട്ടില്ലാന്നുണ്ടെങ്കില് പിന്നെ അത് നനയും. നിങ്ങള് വള്ളത്തിന് വന്നേക്കാരല്ലേ? ഞാൻ വള്ളത്തിന് വന്നതാണ്. നേരം വൈകി. അല്ല, എന്റെ മാപ്പിള വിളിച്ചീനാ? വിളിച്ചീന്. കാക്ക വിളിച്ചിട്ട് ഇപ്പൊ വെച്ചിട്ടുള്ളൂ. ഇന്നോ നാളൊക്കെ ആയിട്ട് ചിലപ്പോ പറമ്പില് പണിക്ക് ആള് വരും.
പുലർച്ചെള്ളതല്ലേ, പിന്നെ കുറച്ച് തേങ്ങ ഉണ്ടല്ലോ, അതും കൂടി ഇടാൻ പറയണം. ഇപ്പഴേ ആൾക്കാരൊക്കെ ഒന്ന് കേറുള്ളൂ. തേങ്ങ ഇടുന്നുണ്ടെങ്കിൽ ഇന്നോടൊന്ന് പറയുണ്ടടി, ഇക്കും വേണം 4 തേങ്ങ. ആയിക്കോട്ടെ, ഞാൻ പറയണ്ട്. ഇക്ക ഇങ്ങനെ പറഞ്ഞത് നമ്മളെ പെരയില് വാണ്ട എടുത്തങ്ങാണ്ട് ബാക്കിയാണ് വിറ്റാളീന്ന്. ഞാൻ വാണ്ടാന്നും പറഞ്ഞിട്ടുണ്ട്. ഓൻ എന്താ പറഞ്ഞെച്ച അതുപോലെ ചെയ്താളി. എന്നാ ഞാൻ വെള്ളം കോരട്ടെട്ടാ. എന്നാ ഞാനത് പോട്ടെട്ടാ. ആയിക്കോട്ടെ താത്ത, നിങ്ങള് പോയിക്കോളി. കത്തിക്കാലേക്ക് കൊടുക്കണ്ട. ഓനെ മകൾക്ക് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയണം. ഇതിലിപ്പോ തേങ്ങ ഒക്കെ ഇട്ടിട്ട് വിൽക്കാൻ നിക്കണ പരിപാടിയിലല്ലേ. എന്റെ ഓൾക്ക് കൊടുക്കൊന്നും വേണ്ടേ? ഓനെന്താ ഇവിടുത്തെ മകളൊന്നുമില്ലേ? ഒക്കെ അവള് തീരുമാനിക്കണ പോലെയോ. എന്തായാലും വേണ്ടില്ല, ഓളോട് വിളിച്ചിട്ട് ഇതൊക്കെ പറയണം. ശരിയാവൂല. ഹലോ, ജമീൽ താത്തേടി. എന്തൊക്കെയാ വർത്താനം? പിന്നെ ഞാൻ പണ്ട് പെരേക്ക് വള്ളത്തിന് പോയപ്പോ ഒരു കാര്യം കേട്ട്. ഉള്ളതന്നെ വേണമെന്ന് അറിയാൻ വേണ്ടി വിളിച്ചാണ്. അല്ല, തെങ്ങുമ്മത്തെ തേങ്ങ ഒക്കെ ഇടുക അത്രേ, എന്നിട്ട് അത് വിൽക്കാണെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നോട് പറഞ്ഞിട്ടില്ലേ? ഇന്ന പെണ്ണേജ് ഇങ്ങോട്ട് വന്നു നോക്ക്, ഇന്ന നാളെ കഴിച്ച് തേങ്ങ ഇടുത്രേ. വേഗം പോരഞ്ഞ്, ഞാൻ പറഞ്ഞു ഒന്നും പറയരുതിട്ടാ. എന്റെ ഉമ്മ എന്റെ തല എടുക്കൂ. ഇക്ക എന്നോട് പറയാതെ ഇരിക്കാൻ വെച്ചില്ല. എന്റെ പെരക്കാരിങ്ങനെ കാട്ടുണ്ട് വെച്ചിട്ട് ഇക്ക അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ പറ്റൂലല്ലോ. ഒരു വലിയ ആള് വരുവാണ് ഇങ്ങനെ ഒക്കത്ത് വെച്ച് ഇങ്ങനെ കൊണ്ടടക്ക. ഇന്ന് ലീവാക്കിങ്ങാണ്ട് ഓരോ സ്ഥലത്തു നിന്നുള്ള എല്ലാ സാധനങ്ങളും ഓരോ ഒറ്റക്ക് എടുക്കാം. എന്നിട്ട് ഇന്നൊന്നും അറിയിക്കണ്ട. ജമീൽ താത്ത വിളിച്ചറിഞ്ഞതുകൊണ്ട്. നടന്നിട്ട് എത്തുന്നില്ല. ഓട്ടോറിക്ഷ വിളിച്ചു തന്നാ മതിയായിരുന്നു. ആ പൈസ പോകും വിചാരിച്ചിട്ടാണ് നടക്കണത്. വെയിലില്ലാത്തോണ്ട് കുഴപ്പമില്ല. ഇതെന്തിപ്പോ പെട്ടെന്നൊരു വരവ്? ഞാൻ അറിയാത്ത കാര്യങ്ങളൊക്കെ ഇവിടെ അങ്ങനെ സംഭവിക്കുമ്പോ പിന്നെ നിക്ക് വരെ തന്നെ വേണ്ടേ? അല്ല, നമ്മ പറമ്പത്തെ തേങ്ങ കിടൽ തുടങ്ങിയിരിക്കണോ? തേങ്ങ ഒന്നും ഇട്ടിട്ടില്ല. തേങ്ങ ഇടാറാവണല്ലേ ഉള്ളൂ. എന്തേ? ഞാൻ അറിഞ്ഞ് നിങ്ങളെ തേങ്ങ ഇടാണ് എന്നുള്ളതൊക്കെ. എന്നിട്ട് എന്നോടൊരു വാക്ക് പറയാത്തേ? എന്താ ഇക്ക് പറഞ്ഞ തേങ്ങ ഒന്നും വേണ്ടേ? അന്നോട് ആരാ പറഞ്ഞു ഇവിടെ തേങ്ങ ഇടുന്നൊക്കെ ഉണ്ടെന്ന്? തേങ്ങ ഇടുമ്പോ അങ്ങോട്ട് തരും. ഇനി എന്താ എന്റെ പ്രശ്നം? ഇത് വെറുതെ വന്നതാണെന്നുണ്ടെങ്കിൽ 2 ദിവസം നിന്നിട്ടൊക്കെ പൊയ്ക്കോ. അല്ലാതെ ചോറിനല കഴിഞ്ഞിട്ട് പൊയ്ക്കോ. ഇന്നോട് ആരും പറഞ്ഞതൊന്നല്ല, ഞാൻ അറിഞ്ഞതാണ്. താത്ത എപ്പളാ വന്ന്? ഞാൻ വന്നിട്ട് കുറച്ചു കാലായി. ഞാൻ നിങ്ങൾക്ക് ചായ വെള്ളം എന്തെങ്കിലും കൊടുക്കാം. ഇക്ക എന്റെ ചായയും വേണ്ട ചോറും വേണ്ട. ഞാനത് തിന്നാൻ വേണ്ടിട്ട് വന്നതല്ല. എന്റെ കാര്യം എന്താ വെച്ചാ നോക്കിക്കോ. ആ പെണ്ണിന്റെ മെക്കെട്ട് കയറിയിട്ട് എന്ത് കാട്ടാനാണ്? എനിക്ക് എന്നാ ഒരു പെണ്ണിനോട് ഭയങ്കര ഈറയാണല്ല. അതിനോട് ആരിപ്പോ ഇവിടെ തേങ്ങ ഇടുന്ന കാര്യമൊക്കെ പറഞ്ഞത്? അങ്ങോട്ട് പറഞ്ഞാട്ട്. എന്നോട് ജമീൽ താത്ത പറഞ്ഞത്. ജമീലാണ് അപ്പൊ ഇതിന്റെ ആളില്ലേ? ഓൾക്കുള്ള ഞാൻ കൊടുത്തോണ്ട് എന്റെ കാര്യം നോക്കിട്ട് നമുക്ക് പോണെന്നുണ്ടെങ്കിൽ പോയിക്കോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ചോറ് നിന്നിട്ടൊക്കെ പോവാ. തേങ്ങ ഇട്ടിട്ട് അനക്ക് വരാതൊന്നും ഇരിക്കൂല ഇവിടെ. എന്റെ ആങ്ങളപ്പ അങ്ങനെ പറഞ്ഞിരിക്കുന്നു വിചാരിച്ചിട്ട് ആർക്കും വേണ്ടിയിട്ടില്ല വെച്ചിട്ടേക്കാരം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക.
അപ്പോത്തിന് ഇജ്ജ് അങ്ങനെ കനപ്പിച്ച് വന്നിക്കണല്ലോ. എന്താ അനക്ക് തെങ്ങും പറമ്പൊന്നും ഇല്ലേ? അതിന്റെ പേരിൽ ഞാൻ ആ തന്ന സ്ഥലത്ത് എന്താ തെങ്ങൊന്നും ഇല്ല? ഓ എല്ലേതും എല്ലാരും കൂടി ഞാൻ തീരുമാനിച്ചോളി. ഇനി ഞാൻ അങ്ങോട്ട് വരുന്നില്ല, ഞാൻ പോവുന്നേന്. ആ വാണ്ടെങ്കിൽ ഇന്ന് വേഗം പോവാൻ നോക്ക്. അല്ല ഇജ്ജ് ജമീലാനോട് എന്തേലും പറഞ്ഞിരുന്നോളൂ വെള്ളത്തിന് വന്നപ്പോ? ഞാൻ ജമീൽ താത്താനോടൊന്നും പറഞ്ഞിട്ടില്ലമ്മ. ജമീൽ താത്ത ചോദിക്കേ പണികളൊക്കെ കഴിഞ്ഞോന്നൊക്കെ. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു പറമ്പിൽ ഇങ്ങനെ തേങ്ങ ഇടാൻ ഇന്നോ നാളൊക്കെ ആയിട്ട് ആള് വരും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞ് എന്നാ തേങ്ങ ഇടുമ്പോ എന്നോടും പറയുണ്ട്, ഇക്കും വേണം 4 തേങ്ങ പറഞ്ഞ ആയിക്കോട്ടെ പറഞ്ഞു. അതിനെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, വേറൊന്നും ഞാൻ പറയാൻ പോയിട്ടില്ല. ഓളല്ല ആള്. അപ്പൊ ഓള അതൊക്കെ കൂടുതലാക്കിട്ട് ഇവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ഇവളും ഓളും ഒരു കെട്ടാണ്. ഇജും വേണ്ടല്ലോ ഓളോട് ഇതൊക്കെ പറയാ നിക്ക. ഓളും ഇങ്ങോട്ട് വരട്ടോളെ വെള്ളത്തിന് വരവിന്റെ പൂതിയാണെന്നാണ് തീർത്തു കൊടുക്കണം. ഇജ് പോയിട്ട് ഇന്ന വേറുള്ള പണികൾ എന്താ ചെടുത്തോ. ആ അങ്ങോട്ട് വരട്ടോക്കുള്ള ഞാൻ കൊടുക്കാം. നിന്റെ പേരന്റെ ഉള്ളത്തെ കാര്യങ്ങൾ ഓളെ തീരുമാനിക്കാന്. ഇപ്പൊ എന്താ വന്ന പാടന്നെ അങ്ങടന്നെ മണ്ടിന്. എന്താ സംഭവം? ഇന്നോടിട്ടൊന്നും പറയണില്ല. പോയൊക്ക ഒച്ചപ്പാടൊന്നും കേക്കാനില്ലല്ലോ. താത്താ എന്താപ്പ പണി? ഞാന് ചോറുന്നാനൊക്കെ നിക്കേന്ന്. എന്താ ഇങ്ങളപ്പൊ വളമ്പി തിന്നണേ? നിങ്ങള് മരുവോളില്ലേ അവിടെ? ഓള് വളമ്പി തരൂലേ? ഓളന്നെയാണ് ഇതിനുള്ളത്തെ പണിയോളൊക്കെ എടുക്കല്. ഞാനൊന്നല്ല, ഞാനൊന്ന് ചോറ് വിളമ്പാൻ വന്നതാണ്. ഇതിപ്പോ എന്താ വന്ന കാര്യം പരിച് രാവിലെ വെള്ളം കൊണ്ടുപോയില്ലേ? അല്ലന്നു നിങ്ങളെ മകളല്ലേ എന്ത് സ്പീഡിലാ നടന്നു പോണേ. വന്ന പോലെ തന്നെ തിരിച്ചു പോണു. എന്താ സംഭവം? അങ്ങനെ വരട്ടെ. ഇതിന്റെ മകള് പോണോ കണ്ടുകാണ്ട് വണ്ടി വന്നതാരാ? അതിന്റെ കുറ്റും കുറവും പറയാൻ. അല്ല എന്നോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിപ്പോ എന്തിനാണ് എന്റെ പേരന്റെ ഉള്ളത്തെ കാര്യങ്ങൾ നോക്കണത്? ഇതെന്തിനാ എന്റെ മകൾക്ക് വിളിച്ചിട്ട് ഇവിടെ തേങ്ങ ഇടുന്നുണ്ട് എന്നൊക്കെ വിളിച്ച് പറഞ്ഞത്? എന്നോട് എന്റെ മരുവോൾ എന്തേലും പറഞ്ഞു ഓൾക്ക് കൊടുക്കൂലെന്തെങ്കിലും? ഞാനും നിങ്ങളെ മകൾക്ക് വിളിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല. ആ പെണ്ണ് നോണ അറിയേക്കാര്. ഇജില്ലാന്നൊന്നും പറയണ്ട. ഓള് ഇവിടെ വന്നിട്ട് എന്റെ പേര് അറിയാതെ ഓളെ തൊള്ളേന്ന് വീണിക്കണ്. ഇക്കറിയാ പിന്നെ എന്റെ സ്വഭാവമൊക്കെ. ഇജ് എന്റെ പേരന്റെ ഉള്ളത്തെ കാര്യം നോക്കിയാൽ മതി, ഇന്റോടത്തെ കാര്യങ്ങൾ ഇജ് നോക്കാൻ വരണ്ട. പിന്നെ ഇന്ന് എന്റെ മക്കളെയും മരുമകളെയും തമ്മിൽ തെറ്റിക്കാനാണ് എന്റെ ഭാവച്ചാല് ഇവിടുന്ന് ഒരു തുള്ളി വെള്ളം ഇജ് കൊണ്ടുപോവാണ്ട. ഈ പടി ഇനി ഇങ്ങോട്ട് കേറും വേണ്ട. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. ഏച്ചി ഇവിടെ നടക്കണ അവിടെ നടക്കണ ഇവിടെയാണ് പുസറും പൊളിയില്ലേ. ഇങ്ങനെ ഓരോ പെരയിൽ കയറി ഇറങ്ങിയിട്ട് ഓരോ കാര്യങ്ങൾ പറയാന്. നിന്റെ മകനും കൂടി വിളിച്ചട്ടം കണ്ട്. എന്റെ മകനും എന്റെ മകനും കൂടി തുറക്കാരല്ലേ. ഓൻ പറഞ്ഞോളൂ ഉമ്മാന്റെ മഹിമ. ഇപ്പൊ എന്തേലും പറഞ്ഞ എനിക്ക് മുണ്ടാട്ടൊന്നുമില്ല. ഈ മര്യാദക്കിന്റെ മുന്നിൽ പോവാ എനിക്ക് നല്ലേ. ഒന്നും പറയാനൊന്നും വരുന്നില്ല. അങ്ങനെ മണ്ടി വന്നിക്കണ് ഈ പെരന്റെ ഉള്ളത്തെ കാര്യം അറിയാൻ. ഇത് വേണല്ലോ ഇനി ഞാനും തിരക്കുണ്ടാക്കാന്. അറിയുന്നില്ല ഞാന്.